ഹായ് ഹലോ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2025 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം സി ആണ്, ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. 49ാമത് ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചില്ല. ആരാണ്? ശാരദ മുരളീധരനാണ് 49ാമത് ചീഫ് സെക്രട്ടറി കേട്ടോ. ആരാണ്? ശാരദ മുരളീധരൻ. ശാരദ മുരളീധരനാണ് 49ാമത് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക്. 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരൻ. ഇനി ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവനാചാരി. NES രാഘവനാചാരി. NES രാഘവനാചാരി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ഡോക്ടർ എ ജയതിലക് 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. 49ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? ശാരദ മുരളീധരനായിരുന്നു. ഈ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? NES രാഘവനാചാരി. അടുത്തത്, ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇതിനു മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥനായിരുന്നു ഇതിനു മുമ്പ്. അപ്പം ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ISROയുടെ? ഡോക്ടർ V നാരായണൻ. ഇതിനു മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥൻ. ഇനി ആദ്യത്തെ ചെയർമാൻ, ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു ISROയുടെ ആദ്യത്തെ ചെയർമാൻ. 1971 മുതൽ 1969 വരെയായിരുന്നു കേട്ടോ. അപ്പോൾ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ V നാരായണൻ. ഡോക്ടർ V നാരായണന് മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥൻ. ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. 1969 മുതൽ 1971 വരെയായിരുന്നു. അടുത്തത്, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. അപ്പോൾ ദേശീയ കായിക ദിനമായിട്ട് ഒരാളെ അനുസ്മരിച്ചുകൊണ്ടാണ് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 29 ആഘോഷിക്കുന്നത് ആരാണ്? ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനം. അതായത് ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് കേട്ടോ. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അതാണ് ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്തത്, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? അപ്പോൾ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടല്ലേ ഈ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ഉത്തരം B ആണ്, മാർത്താണ്ഡവർമ്മ. അപ്പോൾ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഈ നോവൽ ആരുടേതാണ്? മാർത്താണ്ഡവർമ്മ നോവൽ ആരുടേതാണ്? CV രാമൻ പിള്ള. CV രാമൻ പിള്ളയുടേതാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ. സിനിമയ്ക്ക് ആദ്യ മലയാള നോവൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. 1933 ഇത് രചിച്ചത്. എന്നാണ് രചിച്ചത്? 1933. സിനിമയാക്കിയതാണ് 1933 സിനിമയാക്കിയത്. 1933 സിനിമയാക്കിയത്. മാർത്താണ്ഡവർമ്മ നോവൽ രചിച്ചതെന്നാണ്? രചിച്ചത് 1891 രചിച്ചത്. സിനിമയാക്കിയത് എന്നാണ് ചോദിച്ചാൽ 1933 സിനിമയാക്കിയത്. അപ്പം സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ഇത് ആരുടെ നോവലായിരുന്നു? CV രാമൻ പിള്ളയുടെ നോവലാണ്. ഇത് രചിച്ചതെന്നാണ്? 1891 സിനിമയാക്കിയതെന്നാണ്? 1933. അടുത്തത്, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നതാണ് അടുത്തത്.
കഥകളി. കഥകളി ഏതാണ്? കൊട്ടാരക്കര തമ്പുരാൻ്റെതാണ് കഥകളി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചാണ്ടല ഭിക്ഷുകി ആരുടേതാണ്? കുമാരനാശാൻ. അടുത്തത് കൃഷ്ണഗാഥ ആരുടേതാണ്? ചെറുശ്ശേരി. ഉത്തരം എ ആണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ആരാണ്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അടുത്തത് ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി താമോസിന്റെ ജന്മസ്ഥലം. അടുത്തത് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് കേട്ടോ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഇന്ത്യൻ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 29 ഇന്ത്യൻ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ആരുടെ അനുസ്മരിച്ചുകൊണ്ടാണ് കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്? ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ. അതാണ് കേട്ടോ, മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്ത് മേജർ ധ്യാൻചന്ദ് ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്ത് ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. അടുത്തത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഉത്തരം ബി ആണ്, മോഹൻലാൽ. അപ്പോൾ 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഉത്തരം ബി ആണ്, മോഹൻലാൽ. അപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് കേട്ടോ. രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. ആദ്യം നേടിയത് ആർക്കാണ്? ആദ്യം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യം നേടിയത്. അപ്പം 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? അപ്പം 2023 2025 കൊടുത്തത്. ആരാണ് നേടിയത്? മോഹൻലാലിനാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളത്തിൽ രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. ആദ്യം നേടിയത് ആർക്കാണ്? ആദ്യം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി അടുത്തത് കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? അപ്പോൾ കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് രചിച്ചത്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് രചിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച വർഷം എന്നാണ്? 1929 ഇത് രചിച്ചത് കേട്ടോ. 1929 ഇത് രചിച്ചത്. അപ്പം കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ വഴിതെളിയിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇത് രചിച്ച വർഷം ഏതാന്ന് ചോദിച്ചാൽ 1929. അടുത്തത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാനാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. അപ്പൊ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ കേട്ടോ. അപ്പോൾ ഇന്ത്യയുമായിട്ട് എത്ര രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നുണ്ട്? 7 രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ.
ഇങ്ങനെയാണ് കേട്ടോ. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് ഏറ്റവും നീളം കൂടിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഏറ്റവും കുറഞ്ഞ കരാതിർത്തി പങ്കിടുന്നതോ അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്നത് ആരാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഏറ്റവും കുറഞ്ഞ കരാതിർത്തി പങ്കിടുന്നത് ആരാന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്ററും ബംഗ്ലാദേശ് 496.7 കിലോമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും ചെറിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ബംഗ്ലാദേശാണ്. നീളം കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈനയാണ്. ഏറ്റവും ചെറിയ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ ആണ്. അപ്പോൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാനാണ്. അപ്പോൾ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നത്? ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. അപ്പം ഏറ്റവും നീളം കൂടിയ കരാതിർത്തി പങ്കിടുന്നത് ഏതാണ്? ബംഗ്ലാദേശാണ്. 496.7 കിലോമീറ്റർ ആണ് കേട്ടോ. 496.7 കിലോമീറ്റർ ആണ്. പിന്നെ 106 കിലോമീറ്റർ ആണ് ഏറ്റവും ചെറുത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഇനി അടുത്തത്, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കീല. അപ്പം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കീല. അടുത്തത്, കാരക്കോറം പർവ്വത നിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ? അതെ, ശരിയാണ്. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസിയാണ്. അല്ല, തെറ്റാണ്. അടുത്തത്, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിര. ശരിയാണ്? അതെ, ശരിയാണ്. ഉത്തരം സി ആണ്. 1ഉം 3ഉമാണ് ശരി. അപ്പോൾ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസിയാണോ? അല്ല. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോർഡിൻ ഓസിയാണ് കേട്ടോ. ഗോർഡിൻ ഓസിയാണ്. അപ്പോൾ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോർഡിൻ ഓസിനാണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവർ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന ഏത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കാല മലനിരകളിൽ നിന്നാണ്. ആണോ? അതെ, ശരിയാണ്. കൃഷ്ണനദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. ശരിയാണോ? അല്ല, തെറ്റാണ്. ഉപദ്വീപീയ നദികൾ അപരാധന തീവ്രത താരതമ്യേന കുറവാണ്. ശരിയാണോ? അതെ, ശരിയാണ്. ഉത്തരം ഏതാണ്? സി ആണ് കേട്ടോ. അപ്പോൾ കൃഷ്ണനദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി. കൃഷ്ണനദിയുടെ പോഷക നദികളാണോ?
ശബരി ഇന്ദ്രവതിയും അല്ല, ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗോദാവരിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രവതിയും. ഏതാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇനി കൃഷ്ണ നദിയുടെ പോഷക നദികൾ, അതായത് കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തുംഗഭദ്ര ഏറ്റവും വലിയ നദിയാണ് കേട്ടോ. തുംഗഭദ്ര ഏറ്റവും വലുതാണ്. പിന്നെ വരുന്നത് ഭീമ വരുന്നുണ്ട്, കൊയ്ന വരുന്നുണ്ട്, കൊയ്ന, മലപ്രഭ, ഗഡപ്രഭ, മൂസി. ഇങ്ങനെയാണ് കേട്ടോ. കൃഷ്ണനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര ഏതാണ്? ഏറ്റവും വലുതാണ്. കൊയ്ന വരുന്നുണ്ട്, മലപ്രഭ, ഭീമ, ഗഡപ്രഭ, മൂസി. ഗോദാവരിയുടെ ഏതാണ്? ശബരി, ഇന്ദ്രാവതി കേട്ടോ. അടുത്തത് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഉത്തരം എ ആണ്, സുന്ദർഗഡ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ്. അടുത്തത് ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അടുത്തത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146. അടുത്തത് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചർ ആണ് കേട്ടോ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചർ. അടുത്തത് താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. അടുത്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഇപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, ശരിയാണ്. സ്ത്രീകൾ എതിരായ വിമോചനം അവസാനിപ്പിക്കുക, ശരിയാണ്. സതി, ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക, ശരിയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ശരിയാണോ? അല്ല, തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു, ശരിയാണ്? അല്ല, തെറ്റാണ്. ഉത്തരം സി ആണ്. 1, 2, 3 ശരി. പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ് കേട്ടോ. ജ്യോതിറാവ് ഫൂലെയാണ്. ഫൂലെ. അപ്പോൾ ബ്രഹ്മസമാജത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജാതി വ്യവസ്ഥ മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായി മോചനം അവസാനിപ്പിക്കും, സതി, ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. സത്യശോധക് സമാജാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു തുടങ്ങിയവരാണ് ബ്രഹ്മസമാജം പ്രധാനമായും ബംഗാളിലെ ഉപരിവർഗത്തിലേക്ക് സ്വാധീനം ചെലുത്തിയത് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഖാനാണ്. അതായത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. ഏതാണ്? സത്യശോധക് സമാജാണ്. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത്
ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? അപ്പോൾ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരെല്ലാമാണ്? ഉത്തരം സി ആണ്. 3, 4 ഉണ്ട്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കന്മാർ. അടുത്തത്, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. അപ്പോൾ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മഹാരാഷ്ട്രയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. അപ്പം സർവകലാശാലയുടെ പേരെന്താണ്? SNDT വുമൺസ് യൂണിവേഴ്സിറ്റി. SNDT വുമൺസ് യൂണിവേഴ്സിറ്റിയാണ് സർവകലാശാലയുടെ പേര്. പൂർണ്ണമായ പേരെന്താണ്? ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല. ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല. എന്നാണ് സ്ഥാപിച്ചത്? 1916 ജൂലൈ 5 സ്ഥാപിച്ചത്. അപ്പോൾ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആദ്യമായി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് 1916 ജൂലൈ 5. ഇതിന്റെ പേരെന്താണ്? SNDT വുമൺസ് യൂണിവേഴ്സിറ്റി. പൂർണ്ണമായ പേരെന്താണ്? ശ്രീമതി നാദിബായ് ദാമോദർ താക്കർസി വനിതാ സർവകലാശാല എന്നാണ്. അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ സ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അഭിനന്ദ്ര ടാഗോർ. അടുത്തത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 1878 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് എന്നാണ്? 1878. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇനി കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരം. 1840 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ചതാണ് രാജസമാചാരം. 1847 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ചതാണ് രാജസമാചാരം കേട്ടോ. അപ്പം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1878. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജസമാചാരമാണ്. 1847 തലശ്ശേരിയിൽ നിന്ന് ഹർമൻ ഗുണ്ടർട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനി അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഈ ബംഗാൾ ഗസറ്റ് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ആണ് കേട്ടോ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് എന്ന് ഇതിന് ഹിക്കീസ് ബംഗാൾ ഗസറ്റും എന്നും ആരംഭിച്ച വർഷം എന്നാണ്? 1880 ജനുവരി 21 കൊൽക്കത്തയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇംഗ്ലീഷ് ഭാഷയിൽ വരികയായിരുന്നു കേട്ടോ. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951, 1952. അടുത്തത്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഉത്തരം C ആണ് കേട്ടോ. അടുത്തത്,
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലാഗണന ക്രമത്തിലാക്കുക. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിൽ സംഭവങ്ങൾ കാലാഗണന ക്രമത്തിലാക്കും. കുണ്ടറ വിളംബരം എന്നാണ് നടന്നത് 1809 ജാനുവരി 11. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത് 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ്. 603 ദിവസം നീണ്ടു നിന്നൊരു സമരമായിരുന്നു കേട്ടോ. മാപ്പിള ലഹള എന്നാണ് നടന്നത് 1921 ഓഗസ്റ്റ് 20. ഈ മലയാളി മെമ്മോറിയൽ എന്നാണ് സ്ഥാപിച്ചത് 1891 ജാനുവരി 1 കേട്ടോ. 1891 ജാനുവരി 1. അപ്പം കുണ്ടറ വിളംബരം നടന്നതെന്നാണ് 1809 ജാനുവരി 11. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു. 603 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മാപ്പിള ലഹളയോ 1921 ഓഗസ്റ്റ് 20 കേട്ടോ. 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. അടുത്തത് മലയാളി മെമ്മോറിയൽ എന്നാണ് നടന്നത് 1891 ജാനുവരി 1. 1891 ജാനുവരി 1. അപ്പൊ കാലാഗണന ക്രമത്തിലാക്കുന്നത് ഉത്തരം D ആണ് കേട്ടോ. 1809 ആദ്യം കുണ്ടറ വിളംബരമാണ് നടന്നത്. പിന്നീട് നടന്നത് ഏതാണ്? മലയാളി മെമ്മോറിയൽ. പിന്നെ നടന്നത് ഏതാണ്? മാപ്പിള ലഹളയാണ്. പിന്നെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് കേട്ടോ. ഉത്തരം D ആണ്. നമുക്ക് ഇതിന്റെ ഓരോന്നിനെ കുറിച്ച് നോക്കാം. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. കുണ്ടറ വിളംബരം ആരാണ് പുറപ്പെടുവിച്ചത്? തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ദിവാൻ വേലുത്തമ്പി ധവളയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ എന്തിനായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പുറപ്പെടുവിച്ചതായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം. അപ്പം 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 603 ദിവസം നീളുന്നൊരു ഐതിഹാസിക സമരമാണ്. 603 ദിവസം നീളുന്നൊരു സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. അത് എന്തിനു വേണ്ടിയാണ് നടന്നത്? കേരളത്തിൽ ഐക്യത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് കേട്ടോ. അപ്പൊ ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുവഴികൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടാനാണ് ലക്ഷ്യമിട്ടത്. അപ്പം കേരളത്തിൽ ഐക്യത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പം ക്ഷേത്രങ്ങളിലേക്കുള്ള പൊതുവായിട്ടുള്ള വഴികളിൽ എല്ലാ വിഭാഗ ജനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടാനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത മാപ്പിള ലഹള എന്നാണ് 1921 ഓഗസ്റ്റ് 20 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. 1921 ഓഗസ്റ്റ് 20 മാപ്പിള ലഹള നടന്നത്. അപ്പം മലബാറിലെ ഏറനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് വള്ളുവനാട് താലൂക്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ ജമീന്മാർക്കെതിരെ മാപ്പിളമാർ ഈ സായുധ സമരം ആരംഭിച്ചത് കേട്ടോ. 1922 വരെ ഫെബ്രുവരി വരെ ഇത് നീണ്ടു നിന്നിട്ടുണ്ട്. അടുത്തത് മലയാളി മെമ്മോറിയൽ എന്താണ്? തിരുവിതാംകൂർ മഹാരാജ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാണ്. മലയാളി ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, CV രാമൻപിള്ളയുടെ നേതൃത്വത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥ മലയാളികൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഇവർ ഒപ്പിട്ടാണ് നൽകിയ നിവേദനമാട്ടോ. എത്ര പേരുണ്ട്? 10,028 പേര് ഒപ്പിട്ട നിവേദനമാണ് എന്തേത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, CV രാമൻപിള്ള എന്നിവരാണ്. ആവശ്യം എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാപനങ്ങൾ തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം അവസാനിപ്പിച്ച് മലയാളികൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതായിരുന്നു. അപ്പോൾ അതായത് തിരുവിതാംകൂറിലെ ഉയർന്ന ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം അവസാനിപ്പിച്ച് മലയാളികൾക്ക് കൂടുതൽ അവസരം നൽകുക എന്നതായിരുന്നു. അടുത്തത് സ്വതന്ത്രാന്തര ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളിൽ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ശരിയാണ്? അതെ, ശരിയാണ്.
അന്നത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ISR ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. അടുത്തത് 1969 ISR രൂപീകരിച്ചു. 1969 ISR രൂപീകരിച്ചു. 1969 ISR രൂപീകരിച്ചു. അതെ ശരിയാണ്. ആരാണ് അന്നത്തെ ചെയർമാൻ? വിക്രം സാരാഭായ് ആയിരുന്നു അന്നത്തെ ചെയർമാൻ. അടുത്തത് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ശരിയാണ്? അല്ല, തെറ്റാണ്. ഇന്ത്യയുടെ ആദ്യ വിക്ഷേപണ റോക്കറ്റ് എവിടെയാണ്? തുമ്പയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലാണ് 1963 നവംബർ 21 കേട്ടോ. അടുത്തത് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശരിയാണ്? അതെ ശരിയാണ്. ഉത്തരം B ആണ്. 1, 2, 4 ആണ് ശരി. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് 1963 ആരംഭിച്ചത്. ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ്. 1933 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയാണ്? അതെ ശരിയാണ്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരപരിധികൾ. ശരിയാണ്? അല്ല, തെറ്റാണ്. ഉത്തരം C ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ്. അടുത്തത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഏതാണ്? 2002 86 ഭരണഘടനാ ഭേദഗതിയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകിയത് കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതി. അതായത് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? 21A ആണ് കേട്ടോ. 21A ആണ്. പിന്നെ ആർട്ടിക്കിൾ 45, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാകുന്നതിന് എല്ലാ കുട്ടികളും സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനം നിർദ്ദേശിക്കുന്ന ഭരണഘടന ഭാഗം 4 ആർട്ടിക്കിൾ 45 പറഞ്ഞു കേട്ടോ. 45 ഏതാണ്? DPSP, അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 45 പറഞ്ഞു കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇനി അടുത്തത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കുന്നു. അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കും. ശരിയാണ്? അതെ ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവർദ്ധമാണ്. ശരിയാണ്? അതെ ശരിയാണ് കേട്ടോ. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശങ്ങൾ പട്ടികകൾ ഉൾപ്പെടുത്തി. ശരിയാണോ? അതെ ശരിയാണ്. ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം പ്രതിപാദിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19 കേട്ടോ. 21 ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് ബാധിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 19 ആണ്. 21 ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയുമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പറയുന്നത്. അടുത്തത് വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വിവരാവകാശം 2005 2019 ഭേദഗതിയുമായി
തെറ്റായ പ്രസ്താവന ഏതെന്നതാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ശരിയാണ്, അതേ ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണ് ആദ്യം? ശരിയാണ്, അല്ല, തെറ്റാണ്. എത്രയാണ്? 65 വയസ്സാണ് കേട്ടോ. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നു. ശരിയാണോ? അതേ ശരിയാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന് മുഖ്യ ചുമതലകൾ. ശരിയാണ്, അതേ ശരിയാണ്. ഉത്തരം തെറ്റേതാണ്, 2 മാത്രമാണ്. എത്രയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സല്ല, 65 വയസ്സാണ് കേട്ടോ, എന്നത് വരെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ്. സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ആരുടെ കാലയളവിലാണ്? മൊറാർജി ദേശായി ആണ് കേട്ടോ. മൊറാർജി ദേശായിയുടെ കാലയളവിലാണ്. ആരുടേതാണ്? മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ കാലയളവിലാണ്. അപ്പോൾ സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ്. അടുത്തത്, 1978 44 ഭരണഘടനാ ഭേദഗതിയുടെ സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ശരിയാണ്, അതെ ശരിയാണ്. അടുത്തത്, നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്, അതെ ശരിയാണ്. ഉത്തരം D ആണ്. 2, 3 മാത്രം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? സ്വകാര്യ സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെ പ്രധാനമന്ത്രി കാലയളവിലാണ്? മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രി കാലയളവിലാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലയളവിലല്ല കേട്ടോ. അടുത്തത്, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 1950 ജാനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. ഇത് രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് രചിച്ചത്. ഭാഷ ഏതായിരുന്നു? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് രചിച്ചത്. അപ്പൊ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ഇത് രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണ്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണന ആദ്യമായി ആരംഭിച്ചത് സരള ദേവിയാണ് കേട്ടോ. അപ്പൊ ജനഗണമന ആദ്യമായി ആരംഭിച്ചത് ആരാണ്? സരള ദേവിയാണ്. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചത്. ആരാണ് ആലപിച്ചത്? സരള ദേവിയാണ് കേട്ടോ. ആലാപനം ആരാണ് ചെയ്തത്? സരള ദേവിയാണ്. എന്നാണ് അത് ആരംഭിച്ചത്? 1911 ഡിസംബർ 27 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ജനഗണന ആദ്യമായി ആലപിച്ചത് ആരാണ്? സരള ദേവിയാണ്. ഏത് ഭാഷയിൽ രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇത് രചിച്ചത്. പാടി തീർക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? എടുക്കാൻ സമയം എടുക്കുന്നത് 52 സെക്കൻഡാണ് കേട്ടോ. 52 സെക്കൻഡാണ് ഇത് പാടി തീർക്കാൻ എടുക്കുന്ന സമയം. അതായത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ് 1950 ജാനുവരി 24. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം A ആണ്. 51A വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് വകുപ്പിലാണ്? 51A ആണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ്ണ പതാക. ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ്ണ പതാകയും എന്നും അറിയപ്പെടുന്നുണ്ട്. നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 തിരശ്ചീന വരകളും മധ്യത്തിൽ 24 ആരങ്ങളും നാവിക നീല അശോക ചക്രവും ചേർന്നതാണ് എന്ത്? ഇന്ത്യൻ ദേശീയ പതാക. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ളം, പച്ച എന്നീ 3 തിരശ്ചീന വരകളും മധ്യത്തിൽ 24 ആരങ്ങളും നാവിക നീല അശോക ചക്രം ചേർന്നതാണ് എന്ത്? ഇന്ത്യയുടെ
ദേശീയ പതാക. ഇത് അംഗീകരിച്ചത്, അതായത് ഇത് അംഗീകരിച്ചത്, ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? അംഗീകരിച്ചത് 1947 ജൂലൈയിലാണ് കേട്ടോ. 47 ജൂലൈ 22 അംഗീകരിച്ചത്. അതായത് ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ഇത് അംഗീകരിച്ചത്. അത് ഇന്ത്യൻ ദേശീയ പതാകയുടെ കുങ്കുമ നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏറ്റവും മുകളിലുള്ളത് കുങ്കുമ നിറമാണ്. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നതാണ് കുങ്കുമ നിറം. വെള്ളയോ? സമാധാനവും സത്യവും വിശുദ്ധിയും പ്രതിനിധീകരിക്കുന്നു. സമാധാനം സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. പച്ചയോ? ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം എന്നിവ കാണിക്കുന്നു. അപ്പം കുങ്കുമ നിറം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള സമാധാനം സൂചിപ്പിക്കുന്നു. പച്ച ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം. പിന്നെ അശോക ചക്രം, ധർമ്മത്തിന്റെ ചക്രം. 24 ആരങ്ങൾ നീതിയുടെയും, അപ്പം 24 ആരങ്ങൾ നീതിയുടെയും പുരോഗതിയുടെയും പ്രതീകമാണ്. എന്ത്? 24 ആരങ്ങൾ. അത് ഇന്ത്യൻ ദേശീയ പതാക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് സ്വീകരിച്ചത് കേട്ടോ. ഇന്ത്യൻ ദേശീയ പതാക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1947 ജൂലൈ 22 ഭരണഘടനാ സമിതി അംഗീകരിച്ചു. പിംഗളി വെങ്കയ്യാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. അപ്പം ആരാണ് രൂപീകരിച്ചത്? ഇത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ ദേശീയ പതാക, അതായത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യ. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിംഗളി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യ. ഏത് തുണിയാണ് വെച്ചത്? ഗാന്ധി തുണിമേലാണ് ഇത് നിർമ്മിക്കാൻ പാടുള്ളൂ. ഗാന്ധി തുണിമേൽ മാത്രമേ ഇത് നിർമ്മിക്കാൻ പാടുള്ളൂ. സ്വദേശികൾക്ക് ഏത് ദിവസമാണ് പതാക ഉയർത്താൻ അനുമതി നൽകിയത്? 2002 പതാക ഉയർത്താനുള്ള അനുമതി നൽകിയത് കേട്ടോ. എവിടെയാണ്? 2002. അപ്പം ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22 ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത്. അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്തത്, അതായത് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത് ആരാണ്? പിംഗളി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപീകരിച്ചത്. എത്ര നിറങ്ങളാണുള്ളത്? 3 നിറങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് നിറം? കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സമാധാനം സൂചിപ്പിക്കുന്നു. പച്ച ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം സൂചിപ്പിക്കുന്നു. അശോക ചക്രം ഉണ്ട് അല്ലേ? അശോക ചക്രത്തിന്റെ എത്ര ആരങ്ങളുണ്ട്? 24 ആരങ്ങളുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ആരങ്ങൾ നീതിയുടെയും പുരോഗതിയുടെയും പ്രതീകമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വദേശികൾക്ക് ഏത് ദിവസവും പതാക ഉയർത്താനുള്ള അംഗീകാരം ലഭിച്ചതെന്നാണ്? 2002 അത് ലഭിച്ചത്. ആരാണ് രൂപകൽപ്പന ചെയ്തത്? പിംഗളി വെങ്കയ്യാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അപ്പോൾ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണ പാടിയതെന്നാണ്? 1911 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആരംഭിച്ചത്. ആരാണ്? സരളാദേവിയാണ് ആരംഭിച്ചത്. അതായത് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. വന്ദേ മാതരം ബംഗാളി രചിച്ചത് ആരാണ്? ബംഗാളി സാഹിത്യകാരനായ ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയത് എടുത്തിട്ടുള്ളത്. 1990 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ഇത് അംഗീകരിച്ചത്. 1924 ജനുവരി ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ദേശീയ ഇതമായിട്ട് അംഗീകരിച്ചു എന്നാണ്? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇത് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചു കേട്ടോ.
ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇത് രചിച്ചത് ആരാണ്? ബംഗാളി സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 1950 ജാനുവരി 24 ഇന്ത്യൻ ഭരണഘടന ഇത് അംഗീകരിച്ചത്. ഇനി അടുത്തത്, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? സത്യമേ ജയന്തി എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. ശരിയാണ്? അതെ, ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സിംഹം, കാള, ആന, കുതിര. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങൾ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. ശരിയാണ്. അപ്പം എത്ര സിംഹങ്ങളുണ്ട്? 5 സിംഹങ്ങളുണ്ട്. ഒരു കാള, ഒരു കുതിര, ഒരു ആന, അങ്ങനെ 8 ഉള്ളത്. അടുത്തത്, 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി ശരിയാണ്? അല്ല, തെറ്റാണ്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. ശരിയാണ്? അതെ, ശരിയാണ്. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അല്ല, 1950 അത് റിപ്പബ്ലിക് ഡേന്റെ അന്നാണ്. 1950 ജാനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. എന്നാണ് 1950 ജനുവരി 26 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിലെ സിംഹമുഖമാണ് കേട്ടോ. മുദ്രാവാക്യം എന്താണ്? സത്യമേ ജയന്തി എന്നാണ് കേട്ടോ. ഇനി അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. എവിടെയാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം എന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉപ്പള കായൽ. ചെറുത് ഏതാണ്? ഉപ്പള കായലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ചെറുത് കായൽ ഏതാണ്? ഉപ്പള കായലാണ്. അപ്പോൾ അതാ നമ്മൾ 41 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നിർബന്ധമായി പഠിച്ചിരിക്കുക. ഇനി വരുന്ന ഓരോ BSc എക്സാമിനും ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിച്ചിരിക്കുക. എവിടുന്നൊക്കെ കറണ്ട് അഫയേഴ്സ് കിട്ടുന്ന അവിടുന്നൊക്കെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.